none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? Two chief ministers are in jail. How come none of this is happening to the Chief Minister? And the second question, I am 24/7 attacking the BJP. And the Chief Minister of Kerala is 24/7 attacking me. So this is a bit puzzling. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. പൊരിഞ്ഞ പോരാട്ടമാണ് BJPക്കെതിരെ CPM-ഉം കോൺഗ്രസും. കൊമ്പു കോർക്കുന്നത് തമ്മിലെന്നു മാത്രം. ഇന്നലെ രാഹുൽ ഗാന്ധി, ഇന്ന് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയെ ED ചോദ്യം ചെയ്യാത്തത് എന്ത് എന്നതാണ് രാഹുലിന്റെ ചോദ്യം. പപ്പുവിൽ നിന്നൊരു പുരോഗതിയുമില്ല എന്ന് മുഖ്യമന്ത്രിയുടെ പരിഹാസം. പോയ കാലങ്ങളിലൊന്നും കേരളത്തിലെ രാഷ്ട്രീയ വേദികളിൽ CPM-നെതിരെ വിമർശനം ഉന്നയിക്കാത്ത രാഹുൽ മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചതെന്തിന്? കേരളത്തിലെ സീറ്റെണ്ണത്തിനപ്പുറം കോൺഗ്രസിന് ദേശീയ ലക്ഷ്യങ്ങളില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി BJPയുടെ മൗത്ത് പീസായി എന്നതാണ് VD സതീശന്റെ വിമർശനം. പപ്പു എന്നൊരു പേര് രാഹുൽ ഗാന്ധിക്കില്ല. അങ്ങനെ വിളിച്ചധിക്ഷേപിച്ചത് BJPയാണ്. BJP വിളിക്കുന്നതിനും പറയുന്നതിനും ഒപ്പീസ് ചൊല്ലുന്ന ശീലം CPM-നുണ്ടായത് എന്നു മുതലാണ്. പോയ വാരം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർത്തിയ വിമർശനം പപ്പു വിളിക്കൊപ്പം CPM പ്രാബല്യത്തിലെടുക്കുമോ? കൊമ്പ് കോർക്കുന്നത് എന്തിന്? അഴിമതി ആരോപണവും അധിക്ഷേപവും എന്തിനു വേണ്ടി? പക്വതയെത്താത്തത് ആർക്കൊക്കെ? BJP കരക്കിരുന്നു കളി കാണുന്നു. ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM-ൽ നിന്ന് ശ്രീ നിതിൻ കണിച്ചേരി, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അബിൻ വർക്കി, BJP-യിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പേരെടുത്ത് വിളിച്ചില്ല എന്നേ ഉള്ളൂ. അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ പരിഹാസം രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയതാണോ? അല്ല മാധു, തീർച്ചയായിട്ടും ഇത് ശ്രീ പിണറായി വിജയൻ്റെ സ്വഭാവം പഴയ ശ്രീ NK പ്രേമേന്ദ്രനെ അദ്ദേഹം വിളിച്ച ആ വാക്കിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. ഇത് എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ, ശ്രീ പിണറായി വിജയനെക്കുറിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് പര്യടനം ആരംഭിച്ചപ്പോൾ ആദ്യം BJP വിമർശിക്കുന്നതിന് മുമ്പ് വിമർശനം ഉന്നയിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അതിൻ്റെ കാരണം പിണറായി വിജയൻ എന്നാണ്. ഭാരത് ജോഡോ യാത്രയുടെ സമാപന ദിവസം ഈ രാജ്യത്തെ BJP ഇതര പ്രതിപക്ഷ കക്ഷികളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിനകത്തേട്ട് പ്രതിനിധികളെ അയക്കേണ്ട എന്ന് തീരുമാനിച്ചത് CPM ആണ്. അതിൻ്റെ കാരണം പിണറായി വിജയൻ്റെ സമ്മർദ്ദമായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് BJP ഇതര പ്രതിപക്ഷ കക്ഷികളുടെ വലിയൊരു മുന്നണിയായി ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിനൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കേണ്ട എന്ന് CPM തീരുമാനിച്ചതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് പിണറായി വിജയൻ്റെ സമ്മർദ്ദമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതും മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ അന്വേഷണ ഏജൻസികൾ ശ്രീ രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, അതുപോലെ തന്നെ ഹേമന്ത് സോറൻ ജയിലിലാണ്. പക്ഷേ ഈ രാജ്യത്ത് ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രിക്ക് സംഘപരിവാറിൻ്റെ പ്രിവിലേജുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചെയ്യൽ പോലും, അതായത് സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി 106 ദിവസം ജയിലിൽ കിടന്നിട്ടും ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയതാക്കപ്പെട്ട ഒരു നേതാവ് ഇന്ത്യയിൽ BJP ഇതരമായിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതും മാത്രമല്ല, ഈ കേരളത്തിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്ന സമയത്ത്, ഹേമന്ത് സോറൻ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന സമയത്തൊക്കെ കോൺഗ്രസ് ഒപ്പമുണ്ട്. അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ ആകട്ടെ, രാഷ്ട്രീയ മുതലെടുപ്പിന്റെ സാഹചര്യം ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും കേന്ദ്ര ഏജൻസികൾ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ BJPയുടെ പണം വാങ്ങി ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ BJPയുടെ താല്പര്യമനുസരിച്ച് കൂലി വാങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. താല്പര്യമനുസരിച്ച് എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം, മണിക്കൂറുകൾ ചോദ്യം ചെയ്യണം, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ കോൺഗ്രസിന്റെ നിലപാട്? നിലപാടതല്ല. ഇപ്പോൾ ഹേമന്ത് സോറൻ എന്തുകൊണ്ട് ജയിലിലായി? ഹേമന്ത് സോറൻ ജയിലിലായത് BJPയെ നിശിതമായി വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് ജയിലിലായി? BJPക്കെതിരെ പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ്. രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ട് ഇവർ വേട്ടയാടുന്നു? സ്ഥിരമായി രാഹുൽ ഗാന്ധി മോദി താങ്കൾ കള്ളനാണ് എന്നും അതുമാത്രമല്ല മോദി താങ്കൾ വർഗീയവാദിയാണ് എന്നും ഈ രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മാധു, താങ്കൾ നിങ്ങളുടെ ഒരു ചോദ്യത്തിൽ തന്നെയുണ്ട്, തേക്കുംകാട് മൈതാനി വന്നിട്ട് പിണറായി വിജയൻ മാത്രമല്ല പിണറായി വിജയൻ്റെ കുടുംബത്തെ അടക്കം
ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി അധിക്ഷേപിച്ചിട്ട് ഈ മോദിക്കെതിരെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം ഉന്നയിക്കാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറ്റിയോ? ഇനി അത് മാത്രമല്ല, CPM കുറിച്ച് എത്രയോ ആരോപണങ്ങൾ നിലപാടെടുക്കുന്ന സമയത്ത് ആ സമയത്ത് രാഷ്ട്രീയ ലാഭം മാത്രം നോക്കിയാൽ മതിയോ? അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ട് അറസ്റ്റിലായെന്ന് അഡ്വക്കേറ്റ് അബിൻവർക്ക് ചോദിക്കുകയാണ്. അത് BJPക്കെതിരെ വിമർശനം ഉന്നയിച്ചത് കൊണ്ടാണ്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് മദ്യനയ അഴിമതി കേസിലാണ്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നു. പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലാകുന്ന സമയത്ത് അതിന്റെ രാഷ്ട്രീയ ഏച്ഛ തിരിച്ചറിഞ്ഞാണ് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ അണിനിരുന്നത്. എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യണം, അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു? അങ്ങനെയല്ല. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ആ അറസ്റ്റിനെതിരെ ഞങ്ങൾ പ്രതികരിക്കാൻ കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ആധാരമായ മൊഴി എന്ന് പറഞ്ഞാൽ ഒരാളെ, ഒരു പ്രതിപട്ടികയിലുള്ള ഒരാളെ പ്രതിയായി ചോദ്യം ചെയ്യാൻ ED വിളിക്കുന്നു. ഈ പ്രതി 25 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുക്കുന്നു. ആ പ്രതി നേരെ മാപ്പുസാക്ഷിയായി മാറുന്നു. ആ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ അറസ്റ്റിനെതിരായിട്ടുള്ള നിലപാടെടുത്തതും ആ അറസ്റ്റിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞതും. പക്ഷേ ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ ഇപ്പോൾ മാധു ഇത്രയും കാര്യം പറഞ്ഞല്ലോ. ഈ കേരളത്തിൽ ഇത്രയും കേസുകളുണ്ടായി. ഏതായാലും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മാസപ്പടി റിപ്പോർട്ട് അതില്ല എന്ന് പറയാൻ ഈ രാജ്യത്തെ ഒരു കോടതിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ആരും തയ്യാറായിട്ടില്ല. CPM പോലും തയ്യാറായിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ചോദ്യം ചെയ്യാൻ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ടോ? ഒന്ന്. ഇനി രണ്ട്, സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി 106 ദിവസം, അല്ല ഞാൻ പൂർത്തീകരിക്കട്ടെ, 106 ദിവസം ജയിലിൽ കിടന്നിട്ട് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ടോ? അതും പോരാഞ്ഞിട്ട് ഈ നരേന്ദ്രമോദി ദിനം പ്രതി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെയും മകളെയും മരുമകനെയും കുടുംബത്തെയും ഇത്രയേറെ അധിക്ഷേപിച്ചിട്ട് ഇപ്പോഴും BJPയുടെ വായിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വരുന്ന പരിഹാസ വാക്ക് പറയാൻ ഇപ്പോഴും ധൈര്യം കാണിക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല? എവിടെ പോയി കൊടകര കുഴൽപ്പണ കേസ്? എന്തുകൊണ്ട് സുരേന്ദ്രൻ പ്രതിപട്ടി? ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവർ തമ്മിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ മകളെ ഒക്കെ, മകളടക്കം അഴിമതിയിൽപ്പെട്ടു എന്നുള്ളതായിരുന്നു വിമർശനം. രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, ഞാൻ 24 മണിക്കൂറും BJPക്കെതിരെ സംസാരിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി 24 മണിക്കൂറും എനിക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. പക്ഷേ BJPയുടെ ഒരു പ്രയോഗം, ഒരു വിളി, അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രോത്സാഹിപ്പിച്ച ഘടകം എന്താണ്? ശ്രീ നിതിൻ കണിച്ചേരി. അത് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ BJP രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിക്കുന്ന ഏതെങ്കിലും പരിഹാസ പദങ്ങളൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി പറഞ്ഞതിന് മറുപടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും CPIMൻ്റെ PB അംഗം എന്നുള്ള നിലയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളും അബിൻവർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ടോൺ പറഞ്ഞല്ലോ. ഇവരുടെ ആവശ്യം എന്താ? പിണറായി വിജയനെ ED വന്ന് അറസ്റ്റ് ചെയ്യണം, SFIയുടെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. ഇതാണോ നിങ്ങളുടെ ആവശ്യം? ഈ ആവശ്യം ED ചെയ്യുന്നത് ശരിയാണ് എന്ന അഭിപ്രായം അബിൻവർക്കിക്കുണ്ടോ? നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED ചോദ്യം ചെയ്തില്ലേ? ആ ചോദ്യം ചെയ്തത് ശരിയാണ് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടിട്ടുള്ളതും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജയിലിലടച്ചിട്ടുള്ളതും ശരിയാണ് എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? ഇൻകം ടാക്സ് ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, ഇത് ശരിയാണ് എന്ന അഭിപ്രായമുണ്ടോ? ആ അഭിപ്രായം ഞങ്ങൾക്കില്ല. BJP എന്ന് പറയുന്ന അർദ്ധ ഫാസിസ്റ്റ് സർക്കാരായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന മോദിയുടെ സർക്കാർ ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ഏജൻസികളെയും ഒരു വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ സർക്കാരിന് എതിര് നിൽക്കുന്ന രാഷ്ട്രീയ അഭിപ്രായം പറയുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് അഭിനിടപെട്ടോളൂ, ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്ന നിലയിലാണ് BJPയുടെ സർക്കാർ പോകുന്നത്. ആ സർക്കാരിനെതിരായി രാഷ്ട്രീയമായി നിലപാടെടുക്കണം എന്ന് കോൺഗ്രസ് അറിയുന്നില്ല. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശ്രീ നിതിൻ കണിച്ചേരി, ഞാൻ അങ്ങോട്ട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? BJP വിളിച്ച ഒരു അധിക്ഷേപ പദം, അത് അങ്ങനെ ഏറ്റെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്, പ്രോത്സാഹിപ്പിച്ച ഘടകം എന്താണെന്നാണ്. അങ്ങൊരൊറ്റ വരിയിൽ അത് അവസാനിപ്പിച്ചു. പപ്പു എന്ന് വിളിച്ചിട്ടില്ല. ശരിയാണ്, വിളിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ CPMന്റെ മുഴുവൻ അണികളും അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ബീജമിട്ട് പ്രചരിപ്പിക്കുന്ന, എന്തുകൊണ്ടാണ് ആ സെന്റൻസിന്റെ ഒരു കഷ്ണം വെട്ടിയെടുത്ത് പ്രചരിപ്പിക്കുന്നത്? പപ്പു എന്നാണ് വിളിച്ചതെന്ന് അവർക്കറിയാം, നിതിൻ കണിച്ചേരിക്ക് അറിയാം, കേട്ട എല്ലാവർക്കും അറിയാം. വിളിക്കാതെ വിളിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ
ചില സമയത്ത് അധിക്ഷേപ പദങ്ങൾ വിളിച്ചാൽ അത് പൊളിറ്റിക്കലി പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട് സൂചിപ്പിച്ചില്ല എന്നേ ഉള്ളൂ എന്ന രീതിയിൽ പറഞ്ഞതും ഉദ്ദേശിച്ചതും പപ്പു വിളിയാണ് എന്നറിയാത്ത ഒരു മനുഷ്യനും കേരളത്തിലില്ല. അങ്ങനെ മാധുവിൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അബിൻ വർക്കിയുടെ അഭിപ്രായമോ ഒന്നും പിണറായി വിജയൻ്റെ വാചകത്തിലേക്ക് തിരികേണ്ടതില്ല. പിണറായി വിജയൻ രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞതിന് മറുപടിയാണ് നൽകിയത്. രാഹുൽ ഇന്നലെ പറഞ്ഞത് എന്താ? പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ ജയിലിൽ അടയ്ക്കണം എന്നല്ലേ ഇന്നലെ രാഹുൽ ഗാന്ധി പാലക്കാട് വന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിന് പിന്നെ മറുപടി പറയണ്ടേ? ഒരു രാഷ്ട്രീയ പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിൽ നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അതിന് മുഖ്യമന്ത്രി ഇങ്ങനെ അല്ലാതെ എങ്ങനെ മറുപടി പറയും? ഇവിടെ BJP-ക്കെതിരായി പോരാട്ടം നടത്തുന്നത് അബിൻ വർക്കിയുടെ കോൺഗ്രസ് അല്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ രാജ്യത്തിനകത്ത് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നടത്തി. ആ BJP നടത്തുമ്പോൾ അതിനെതിരെ നിലപാടെടുത്ത പാർട്ടിയുടെ നേതാവാണ് ശ്രീ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ. അബിൻ വർക്കിയുടെ പാർട്ടി ചെയ്തത് എന്താ? 7000 കോടി BJP-ക്ക് അഴിമതി പണമായി കിട്ടിയപ്പോൾ അതിൽ 1200 കോടി പോയി വാങ്ങാൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിനകത്ത് BJP-ക്കെതിരായി BJP-യുടെ സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. വെറും 30 MLA-മാർ തോറ്റാൽ മതി, MP-മാർ തോറ്റാൽ മതി. അങ്ങനെ പുറത്തു പോകുമ്പോൾ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കേരളത്തിൽ മതനിരപേക്ഷമായി BJP-ക്കെതിരായി വിധിയെഴുതണം എന്ന് കരുതുന്ന ജനം കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം അണിനിരക്കും എന്ന തിരിച്ചറിവിൽ നിന്ന് വിരളി പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ മെക്കിട്ട് കയറാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പിന്നെ ജയിലിൽ അടച്ച് പേടിപ്പിച്ചതുകൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല പിണറായിയുടെ രാഷ്ട്രീയം എന്ന് കൂടി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി പറയുന്നതിന് മറുപടി പറയണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും പറയണ്ടേ. ജോഡോ യാത്രയൊക്കെ നടത്തി അതിൽ നിന്ന് ഏറെ പുരോഗമിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഘട്ടത്തിൽ തോന്നിയത് എന്ന് ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ജോഡോ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന സമയത്ത് ഇവിടെ നിലമ്പൂരിൽ പോസ്റ്റർ കെട്ടിവെച്ചത് എന്താണ്? പോരാട്ടമാണ് ബദൽ പൊറോട്ടയല്ല എന്ന്. അധിക്ഷേപമായിരുന്നില്ലേ? അല്ല, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നല്ലോ പോയിരുന്നത്. ഈ ഏതെങ്കിലും കേരളത്തിൽ വന്ന് രാഷ്ട്രീയ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം BJP-ക്ക് പകരം പോരാടുന്നതിന് പകരം കടലിൽ പോയി ചാടുക, ബിരിയാണി ഉണ്ടാക്കുക, പൊറോട്ട കടയിൽ പോയി അത് കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇതല്ലല്ലോ രാഷ്ട്രീയ സമരം. നിങ്ങൾ നോക്കൂ, കേരളത്തിലാണോ രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? ഉത്തരേന്ത്യയിൽ അമേഠിയിൽ മത്സരിക്കാൻ പോലും തയ്യാറാകാതെ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അല്ല, പുരോഗമിച്ചിട്ടില്ല എന്നല്ലേ രാഹുലിന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നതല്ലേ? പുരോഗമിച്ചിട്ടില്ല എന്നല്ലേ? ബാനറിലാണ് അത് പ്രതിഫലിപ്പിക്കപ്പെട്ടത് അന്നും എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ നിതിൻ ഗഡ്കരി, ഞാൻ രണ്ടുപേരിലേക്ക് തിരികെ വരാം. ശ്രീ നിലവാരത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതല്ലേ? BJP-ക്കെതിരായ പോരാട്ടത്തിൽ ആരും ചാമ്പ്യൻ എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രചാരണ വിഷയം. അതിനപ്പുറവും ഒന്നുമില്ല, ഇപ്പുറവും ഒന്നുമില്ല. പക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു നേതാക്കൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും ആരോപിക്കുന്നത് BJP-ക്കെതിരായി നിങ്ങൾ ശരിയല്ല എന്നുള്ള ആരോപണമാണ്. അല്ല, ഞാൻ ഇതിൽ എന്ത് പറയാനാ മാധു? ആലോചിച്ച് നോക്ക്. സത്യനന്ദിക്കാടിൻ്റെ പഴയൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ മദ്യപാനിയായിട്ടുള്ള ഭർത്താവ് രാത്രി മദ്യപിച്ച് വന്ന് ഭാര്യയെ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് ഭാര്യ ഉറക്ക നിലവിളിക്കുന്ന സമയത്ത് അയൽ വീട്ടുകാരൊക്കെ ഓടിക്കൂടും. ഈ ഭാര്യയെ ഭർത്താവ് മർദ്ദിച്ച് കൊല്ലാൻ നോക്കിയാണെന്ന് കരുതിയിട്ട് അടുത്ത വീട്ടുകാരൊക്കെ ഓടിക്കൂടുന്ന സമയത്ത് ഭർത്താവ് അവരെ മുഴുവൻ ചീത്ത വിളിച്ച് ആട്ടി അകറ്റും. അയൽ വീട്ടുകാർ കരുതും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ രാത്രി മുട്ടനടി നടന്നു, ഭാര്യയ്ക്ക് എന്തോ ഗുരുതരമായി സംഭവിച്ചു എന്ന് ആയിരിക്കും സ്വാഭാവികമായിട്ടും അയൽവാസികൾ കരുതിയിട്ടുണ്ടാവുക. പിറ്റേ ദിവസം കാലത്ത് നോക്കുന്ന സമയത്ത് ഭർത്താവ് ഇതൊന്നും അറിയാത്തതുപോലെ ഈ വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹസമ്പന്നയായ ഭാര്യ ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുക്കുകയാണ്. ഇതല്ലേ ഈ ഇന്ത്യയും മുന്നണിയിൽ നടക്കുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ആ ഭാര്യയും ഭർത്താവുമാണ്. ഇവർ മദ്യപിച്ച് വന്ന് ഒരാൾ മറ്റേയാളെ എടുത്തിട്ട് അലക്കുകയാണ്. അലക്കുന്ന സമയത്ത് അയാൾ കിടന്ന് നിലവിളിക്കുന്നു. നമ്മൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ചർച്ച ചെയ്യുന്നു. നമ്മളെന്താ കരുതുന്നത്? ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, ഇവരൊറ്റ മുന്നണിയല്ലേ? ഇവ എന്ത് സാമാന്യ മര്യാദ ഈ മലയാളത്തിൽ ഭാഷയിൽ പറയണമെങ്കിൽ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. എന്ത് ഉളുപ്പാണ് അവർക്കുള്ളത്? ഇപ്പം ഇന്ന് രാഹുൽ ഗാന്ധി എന്താ പ്രസംഗിക്കുന്നത്? പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിടുന്നില്ല? ഇത് നിങ്ങൾ കോട്ടമൈതാനത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടായോ? പിണറായി വിജയനെ ജയിലിടണമെന്ന് ഈ നാഴികയ്ക്ക് 40 വട്ടം സകല ആളുകൾക്കും കത്തയക്കുന്ന സ്വഭാവമുള്ള ആളാണല്ലോ രാഹുൽ ഗാന്ധി. ഒരു കത്തയക്ക്, നിങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരു കത്തയക്ക്. നിങ്ങൾ ഇത് അന്വേഷണം അട്ടിമറിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ നരേന്ദ്രമോദി തയ്യാറാകണം. വയനാട് MP ഒപ്പ് എന്നിട്ടൊരു കത്തയക്ക്. ഇനി നരേന്ദ്രമോദിക്ക് കത്തയക്കാൻ പേടിയാണെങ്കിൽ അമിത്ഷായ്ക്ക് കത്തയക്ക്.
നിങ്ങൾ കത്തയച്ച് ആവശ്യപ്പെടാൻ ധൈര്യമുണ്ടോ? ഈ പിണറായി വിജയനെ അഴിമതി കേസിൽ ജയിലിടാത്തതിനെതിരായിട്ടാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് നിങ്ങളൊരു കത്തയ്ക്ക് കോട്ട മൈതാനത്ത് പ്രസംഗിച്ചോണ്ടായില്ല, ഇലക്ട്രൽ റെറ്റോറിക് നടത്തിയതുകൊണ്ടായില്ല. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങളൊരു കത്തയക്ക് പ്രധാനമന്ത്രിക്ക്. എന്താ കത്തയക്കാത്തത്? നിങ്ങൾക്ക് കത്തയക്കാൻ ധൈര്യമുണ്ടോ? ഇനി അതല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് ബദലായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയെ ഏതോ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഭാഷ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു എന്ന് പറയുന്നു. ഇനി അതൊരു വലിയ അധിക്ഷേപമായിട്ട് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നാണോ മാനോ ഉണ്ടെങ്കിൽ ഈ CPM-നെ പിടിച്ച് ആ ഇന്ത്യ മുന്നണിയുടെ പുറത്തേക്കാക്കാൻ ധൈര്യമുണ്ടോ? ആരാ പിണറായി വിജയൻ? ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ CPM-ന്റെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഒരേ ഒരു മുഖ്യമന്ത്രി. ഡൽഹിയിലിരിക്കുന്ന AKG ഭവന്റെ വാടക കാശും വൈദ്യുതി കാശും കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPM-ന്റെ സർവാധികാരി. ബാക്കിയുള്ളവരൊക്കെ അവിടെ പണിക്കാർ മാത്രമാണ്, സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ. ആ പിണറായി വിജയൻ സഖ്യകക്ഷി നേതാവ് പരസ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സൈബർ അണികൾക്ക് CPM-ന്റെ അന്തംകമ്മികൾക്ക് മുഴുവൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. എന്ത് വേണമെങ്കിൽ പറഞ്ഞോ എന്നുള്ള ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. കയറി മേഞ്ഞോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി നാണോ മാനോ ഉളുപ്പും കോൺഗ്രസിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ CPM-നെ പിടിച്ച് ആ നിങ്ങളുടെ മുന്നണിയുടെ പുറത്തേക്ക് അങ്ങാക്ക്, എന്നിട്ട് സംസാരിക്കുക. നിങ്ങൾക്ക് പരസ്പര വിശ്വാസമില്ല. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് അതേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് അതേ അല്ല, ആ മുന്നണിയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഒക്കെ BJP ഇരുന്ന് കാണുകയാണ്. കേരളത്തിൽ പോരാട്ടം BJP-ക്കെതിരെയാണ് താനും. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരികയും ചെയ്യാം. അഡ്വക്കേറ്റ് അബിൻ വർക്കി, അങ്ങനെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വിളിക്കാതെ വിളിച്ച് അധിക്ഷേപിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് BJP-യുടെ മൗത്ത് പീസായി മാറിയിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവിന് പറയേണ്ടി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി, രണ്ട് കാര്യങ്ങളാണ്, രണ്ട് വശമാണ് അതിനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണി നോക്കുമ്പോൾ കൈവക്കാൻ നിങ്ങൾക്ക് CPM-ന്റെ ആവശ്യം വരുന്ന ഒരു ഘട്ടം വരികയാണ് എങ്കിൽ അന്ന് ഈ അഴിമതി ആരോപണം നിലനിൽക്കുമോ? അഴിമതിക്കാരുടെ, നിങ്ങൾ പറഞ്ഞ അഴിമതിക്കാരുടെ കൈപിടിച്ചാണോ നിങ്ങൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്? രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് മാധു. ഒന്ന്, നമ്മുടെ BJ പാർട്ടിയുടെ നേതാവ് അവർ കരക്കിരുന്ന്, കേരളത്തിലെ BJ പാർട്ടി കരക്കിരുന്ന് കളി കാണുക മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് വലിയ റോളൊന്നും ഈ കാര്യങ്ങളിലില്ലല്ലോ. കാരണം കേന്ദ്ര BJ പാർട്ടിയുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അതനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് പലപ്പോഴും അറിയാറ് പോലുമില്ല ഇവിടുത്തെ BJ പാർട്ടിയുടെ നേതാക്കന്മാർ. അതുകൊണ്ട് BJ പാർട്ടിയുടെ കേരളത്തിലെ വക്താക്കൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇതിനകത്ത് മറുപടി പറയേണ്ടതില്ല. കാരണം BJ പാർട്ടി കേരളത്തിൽ കരക്കിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അത് അവർ കരക്കിരുന്ന് BJ പാർട്ടി നേതാക്കന്മാർ കളി കാണുകയുള്ളൂ. പിന്നെ അവർക്ക് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് BJ പാർട്ടിക്ക് ഈ പിണറായി വിജയനുമായിട്ട് എന്തൊക്കെയോ ഡീൽ ഉറപ്പിക്കേണ്ട. അതുകൊണ്ട് BJ പാർട്ടിയുടെ ഇവിടുത്തെ ആശങ്കകളൊന്നും നമ്മൾ കൂടുതൽ BJ പാർട്ടിയുടെ വക്താക്കളെ ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി രണ്ട്, ഞാൻ CPM-ന്റെ നേതാവിനോട് ഇവിടെ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട CPM-ന്റെ നേതാവ് ഇവിടെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിച്ച ഒരു വാക്കാണ്. ഞാൻ അന്നേരം ഇടപെട്ടിരുന്നു. അദ്ദേഹം അതുകൊണ്ട് എൻ്റെ അവസരത്തിൽ ഇടപെടാൻ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോഴും CPM-ന് ഈ കേന്ദ്ര സർക്കാർ അർദ്ധ ഫാസിസ്റ്റ് സർക്കാരാണ് എന്നൊരു നിലപാടുണ്ടോ? ഞങ്ങൾ പറയുന്നത് ഫാസിസ്റ്റ് സർക്കാരാണ്. നിങ്ങൾക്കിപ്പോഴും ഇത് അർദ്ധ ഫാസിസ്റ്റ് സർക്കാരായി തോന്നുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ അർദ്ധ ഫാസിസ്റ്റിൻ്റെ മറ്റേ പകുതിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്. കാരണം എന്താണെന്നറിയോ? പിണറായി വിജയൻ്റെ നിലപാടാണിത് അർദ്ധ ഫാസിസ്റ്റാണ്. കാരണം എന്താ? 50% ഫാസിസമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ്റെ നിലപാട്. ബാക്കി 50%-ത്തിൽ ജനാധിപത്യവാദികളാണ് നരേന്ദ്രമോദി എന്ന നിലപാടാണ് പിണറായി വിജയനുള്ളത്. കോൺഗ്രസിന് അതല്ല സാർ നിലപാട്. കോൺഗ്രസിൻ്റെ നിലപാട് ഇത് ഫാസിസ്റ്റ് സർക്കാരാണ് എന്നുള്ളതാണ്. ഉന്നാവോയിലും കത്വയിലും അവിടെ ഒരു വിഷയമുണ്ടായപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലാൻ ഈ BJP സർക്കാർ അവിടെ കടത്തിവിടാതിരുന്നപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങോട്ട് കടന്നു ചെല്ലത്. കർഷക നിയമങ്ങൾ, കാട്ടാള നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ ട്രാക്ടറിൽ കയറി അതിനെതിരെ സമരം തുടങ്ങി. പഞ്ചാബിൽ നിന്ന് ആ സമരം ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. അതുമാത്രമല്ല, പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ അകത്തും പുറത്തും സമരങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്ന. അതുമാത്രമല്ല, ഈ നരേന്ദ്രമോദിയെ നാഴികയ്ക്ക് 40 വട്ടം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ വർഗീയവാദിയാണ്, മണിപ്പൂർ വിഷയമുണ്ടായപ്പോൾ മണിപ്പൂരിൽ ചെന്ന് അവിടെ നിന്നുകൊണ്ട് നരേന്ദ്രമോദി താങ്കൾ വർഗീയവാദിയാണ് എന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അതും മാത്രമല്ല, ഭാരത് ജോഡോ യാത്ര അതേ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കണമെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഇല്ലാതെ നിങ്ങൾ ഏത് ഫാസിസത്തിനെതിരെ പോരാടുമെന്നാണ് പറയുന്നത്? കേരളത്തിൽ 19 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന, തമിഴ്നാട്ടിൽ മത്സരിക്കാൻ പോകുമ്പോൾ നേതൃപരമായ നിലപാട് സ്വീകരിച്ചത്, നേതൃപരമായ ഒരു പൊസിഷനിൽ നിന്നത് എന്നൊക്കെയാണ്. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നും ചോദിക്കുന്നതാണ്, പൗരത്വ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് എവിടെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു.
പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് CAA-യുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ കാമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, തുടർച്ചയായി ചോദിക്കുന്നു. അവിടെ നിന്നാണല്ലോ ഇതിന്റെ എല്ലാം തുടക്കം. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവം നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ വാക്കുകളിൽ ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിനെതിരുള്ള ഏറ്റവും വലിയ കളങ്കമാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ പ്രകടന പത്രികയിൽ മിണ്ടുന്നില്ല. അങ്ങനെ എല്ലാം പറയേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പറയുന്നത്. പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രകടന പത്രിക? സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അതായത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയുടെ പത്രസമ്മേളനം മാധു പൂർണ്ണമായി കേട്ടിരുന്നു. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്താണ്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് അറബിക്കടലിൽ താത്തും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി അത് ലോകസഭയിൽ വന്നപ്പോൾ ആദ്യം സംസാരിച്ച 8 പേരിൽ ഒരു CPM-കാരനും ഉണ്ടായിരുന്നില്ല, 2 പേരുണ്ടായിരുന്നു മുസ്ലിം ലീഗിൽ നിന്നാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി അവസരം. പ്രകടന പത്രികയിൽ കാട്ടാള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കാട്ടാള നിയമം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമമാണ്. അത് അറബിക്കടലിൽ താത്തുമെന്ന് ഈ പ്രകടന പത്രികയുടെ ചുക്കാൻ പിടിച്ച സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അത് പോരാ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാവുന്ന എങ്ങനെയാണ്? RSS-നെതിരെ സംസാരിക്കുന്നില്ല, മോദിക്കെതിരെ പറ്റിപ്പോകുമെന്നല്ലേ നിങ്ങൾ വിമർശിക്കുന്നത് പിണറായി വിജയനെ? പൗരത്വ ഭേദഗതി നിയമം എന്നങ്ങ് പറഞ്ഞു പോയാൽ എന്തെങ്കിലും പറ്റിപ്പോവോ? പൗരത്വ ഭേദഗതി നിയമം കാട്ടാള നിയമമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കും മാധുവിനും സംശയമില്ല. ഇത് പറയാൻ വേണ്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയപ്പോൾ പൗരത്വ ഭേദഗതി നിയമം എന്ന കാട്ടാള നിയമം ഇന്ത്യ മുന്നണി വന്നാൽ അറബിക്കടലിൽ താത്തുമെന്ന് പറഞ്ഞതിലും എനിക്കും താങ്കൾക്ക് സംശയമില്ല. പിന്നെ ആർക്കാ ഇവിടെ സംശയം? മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് സംശയം. അത് എന്തുകൊണ്ടാണെന്നറിയോ? ആ പൗരത്വ ഒരു ഉത്തരേന്ത്യയിലും കാണില്ല. ഞങ്ങൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലോകസഭയിൽ ഡൽഹിയിൽ നിന്നുകൊണ്ട് സമരം ചെയ്യുകയും പ്രസ്താവിക്കുകയും ചെയ്ത മുന്നണിയും പാർട്ടിയാണ്. പിന്നെ ഉത്തരേന്ത്യയിൽ ഞങ്ങൾക്ക് എന്ത് കാണാനാണ്? ഞങ്ങൾ എല്ലാ സംസ്ഥാനത്തും പോയി ഇത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞതാണ്. CPM ചോദിക്കുന്നത് അതാണ്. ഞങ്ങൾ കാട്ടാള നിയമം എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഈ കാട്ടാള നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ മറ്റേ പൗരത്വ ഭേദഗതി നിയമമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, അത് മനസ്സിലാകില്ല എല്ലാവർക്കും. അത് മനസ്സിലാക്കാൻ പാകത്തിന് മാധുവിനെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരാം. താങ്കൾക്കാണ് മനസ്സിലാവാത്തത്, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറവൊന്നുമില്ല. താങ്കളാണ് മനസ്സിലാക്കാത്തത്, കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറവൊന്നുമില്ല. കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണോ? അല്ല സംഘടനാ ചുമതലയുള്ള അന്ന മാധു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ KPCC-യുടെ ആണ്. AICC-യുടെ ജനറൽ സെക്രട്ടറിയാണ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഇത് ഞങ്ങളുടെ മുന്നണി വന്നാൽ അത് പിൻവലിക്കുമെന്ന്. ഇനി അത് മാത്രമല്ല, ആർട്ടിക്കിൾ 370-ന്റെ കാര്യം പറഞ്ഞു. അതും മാത്രമല്ല, കർഷക നിയമത്തിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ കാട്ടാള നിയമമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇന്ത്യ മുന്നണി വന്നാൽ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇതിനെന്താ കുഴപ്പം? ലോക്സഭയിലും അതിന് പുറത്തും സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതിയില്ല എന്ന് ഞാൻ പറഞ്ഞത് CPM-ന്റെ ആരോപണമാണ്. എന്താ സംശയം? CPM-ന്റെ ആരോപണമാണ്. നിങ്ങൾ നിങ്ങൾ CPM-ന് മറുപടി പറഞ്ഞാൽ മതി. CPM-ന്റെ ആരോപണം എന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കിയോട് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. തുടർച്ചയായി ഇവിടെ ചോദിക്കുന്ന ചോദ്യമാണ് CPM. എന്തുകൊണ്ട് നിങ്ങൾ CAA എന്ന് നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? പറയാൻ പേടിയുണ്ടോ അവന്? ഞാൻ അത് തന്നെയല്ലേ മാധു പറഞ്ഞു. ഞങ്ങൾ ഇത് പറഞ്ഞു, കാട്ടാള നിയമം, ആർട്ടിക്കിൾ 370 കാട്ടാള നിയമം, CAA കാട്ടാള നിയമം, കർഷക നിയമം കാട്ടാള നിയമം. ഇത് ഇന്ത്യ മുന്നണി വന്നാൽ പിൻവലിക്കും, ഇത് ഇന്ത്യ മുന്നണി വന്നാൽ അറബിക്കടലിൽ താത്തും. ഇതിലും വ്യക്തമായിട്ട് ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെ എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട് കേട്ടോ. എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കാട്ടാള നിയമങ്ങൾ പിൻവലിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ബ്രാക്കറ്റിൽ കാട്ടാള നിയമം എന്നുകൂടി എഴുതി വെക്കും. സന്ധി പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 പിൻവലിക്കുമെന്ന് പറഞ്ഞു അബിൻ. അത് കോൺഗ്രസിന്റെ നയമാണോ അബിൻ വർക്കിയുടെ നയമാണോ എന്ന് അറിയണം. കാരണം കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് അത് പറയണം, പാർട്ടി നയമാണെന്ന്. ആർട്ടിക്കിൾ 370-യുടെ വിഷയത്തിൽ അത് അബ്രഗേറ്റ് ചെയ്യാനുള്ള BJP സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കുമെന്നുള്ളത് കോൺഗ്രസിന്റെ നയമാണോ എന്നുള്ളത് തുറന്നു പറയണം. വെറുതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പാർട്ടി നയമല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പോവേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവസരം നേടിയാണ്. അബിൻ പെട്ടെന്ന് പറയാമോ?
അതായത് ജമ്മു കാശ്മീരിന് പൂർണ്ണമായ പദവി കൊടുക്കും. ജമ്മു കാശ്മീരിന് നേരത്തെ എന്താണോ ഇന്ത്യൻ സർക്കാർ കൊടുത്തിരുന്ന പ്രിവിലേജ് അത് കൊടുക്കും. ആർട്ടിക്കിൾ 370 പിൻവലിച്ചുകൊണ്ട് BJP കൊടുത്ത അവിടെ BJP നടപ്പാക്കിയ ആ നയങ്ങൾ അത് ഞങ്ങൾ പുനർ ക്രമീകരിക്കും എന്നത് ഞങ്ങളുടെ നയമാണ്. അത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇല്ല തെറ്റാ പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ നടത്തിയ ചേഞ്ചസ് അവിടെ നടപ്പാക്കില്ല. പിൻവലിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്യാനുള്ള തീരുമാനം നിങ്ങൾ പിൻവലിക്കും. ആർട്ടിക്കിൾ 370 നിങ്ങൾ നടത്തിയ ചേഞ്ചസ് പുനർക്രമീകരിക്കും. അത് നടക്കില്ല, അത് ഞങ്ങൾ എടുത്തു കളയും. അത് തന്നെയാ പറഞ്ഞേ. അത് കോൺഗ്രസിന്റെ നയമല്ല. അബിൻ തെറ്റായിട്ട് കാര്യം പറഞ്ഞു. അബിൻ ഇത് കോൺഗ്രസിന്റെ നയമല്ല പറയുന്നത്. എനിക്ക് കോൺഗ്രസ് നയം അറിയുന്നോണ്ടാ പറയുന്നത്. കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അബിൻ സ്വന്തമായി എടുത്ത് പറയുകയാണ്, കയ്യടിക്ക് വേണ്ടി പറയുകയാണ്. ഇത് കോൺഗ്രസിന്റെ നയമല്ല. അബിൻ തെറ്റായ കാര്യം പറയുന്നു. കോൺഗ്രസിന്റെ നിലപാട് ഞാൻ വായിച്ചു തരാം. ഇല്ല പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അബിൻ നുണ പറയുന്നു. അബിൻ സ്വന്തം പാർട്ടി നിലപാട് നുണ പറയുന്നു. കയ്യടിക്ക് വേണ്ടി നുണ പറയുന്നു. കേരളത്തിലെ ചില ആളുകൾ കയ്യടിക്ക് വേണ്ടി അബിൻ നുണ പറയുന്നു. കോൺഗ്രസിന്റെ നിലപാടില്ല. അബിൻ കോൺഗ്രസിന്റെ നിലപാടില്ല. അബിൻ കള്ളം പറയുന്നു. അബിൻ ഉരുളണ്ട. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 370 കോൺഗ്രസിന് നയമില്ല. അബിന് കോൺഗ്രസിന് നയമില്ല. അബിന് കോൺഗ്രസിന് നയമില്ല. അബിന് തെറ്റായ കാര്യം പറയുന്നു. കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആർട്ടിക്കിൾ 370 അങ്ങനെ പറഞ്ഞ നിങ്ങൾ തോറ്റു തുന്നപ്പാട് രാജ്യത്ത്. അല്ലല്ല, അങ്ങനെ പറഞ്ഞവർ തോറ്റു തുന്നപ്പാടുന്നേ. അല്ല മാധു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, അബിനെ ഉരുളണ്ട. കിടന്നുരുളണ്ട. അബിൻ നുണ പറഞ്ഞു. അബിൻ പിടിക്കപ്പെട്ടു. കോൺഗ്രസ് പിൻവലിക്കുന്നു പറഞ്ഞിട്ടില്ല. അബിൻ തെറ്റായ കാര്യം പറയുന്നത്. ഉരുളരുത്. അബിൻ കിടന്നുരുളത്ത് ഉരുളണ്ട. അഭിപ്രായമില്ല. സുപ്രീം കോടതി വിധി പ്രകാരം ആർട്ടിക്കിൾ ഇനി ചർച്ചയില്ല എന്നാണ് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞ. കോൺഗ്രസ് തോറ്റില്ലേ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പറയാത്ത കാര്യം നിങ്ങൾ ചർച്ചയിൽ കാണിച്ച എപ്പോ പറഞ്ഞു കിടന്നുരുളണ്ട. അഭിനെ നിങ്ങൾ തോറ്റു. നിങ്ങൾ നുണയാ പറഞ്ഞവനെ. നിങ്ങൾ കള്ളം പറഞ്ഞു. കോൺഗ്രസിന് പറഞ്ഞത് എന്താണെന്ന് സന്ദീപ് വാര്യർ ഒന്നുകൂടി കേക്ക്. രക്ഷപ്പെടുത്താൻ നോക്കണ്ട. സംസ്ഥാന പദവി ഞങ്ങൾ മാധു അഭിനെ രക്ഷിക്കാൻ റീസ്റ്റോർ ചെയ്യുന്നതാണ്. കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസ് അത് പറഞ്ഞിട്ടില്ല. വാക്ക് പോലും ചർച്ചയിൽ ഉപയോഗിച്ചില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി ചോദിച്ചാൽ അബിൻ പറഞ്ഞതിൽ പിഴവുണ്ടെന്ന് അങ്ങ് പറയുന്നു. അങ്ങനെയല്ല, ഞാൻ റീസ്റ്റോർ ചെയ്യും. ആർട്ടിക്കിൾ 370 റീസ്റ്റോർ ചെയ്യുമെന്നൊരു ചങ്കൂറ്റുണ്ടെങ്കിൽ അഭിനെ കാണിച്ചു. ഞാൻ പറഞ്ഞു കോൺഗ്രസിന് നിലപാടില്ല. നിങ്ങൾ പറഞ്ഞു ആർട്ടിക്കിൾ 370 അബ്രഗേറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ റിവോക്ക് ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞല്ലോ. ആർട്ടിക്കിൾ 370 തിരിച്ചുകൊണ്ടുവരുന്ന കോൺഗ്രസ് ചങ്കൂറ്റുണ്ടെങ്കിൽ കോൺഗ്രസിന് ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുക. നിങ്ങൾ പ്രഖ്യാപിക്കുക. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കുക. ആർട്ടിക്കിൾ 370 കോൺഗ്രസിന് ആൺകുട്ടികളുള്ളതാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി താൻ കള്ളനാണെന്ന് വർഗീയവാദിയാണെന്ന് വിളിച്ചത്. കോൺഗ്രസിന് ആൺകുട്ടിയുള്ളതുകൊണ്ട് ആൺകുട്ടി ഇനിയുണ്ട്. കോൺഗ്രസിന് ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ആരുടെയും ഷൂ നക്കി കാലം കണ്ടുകേട് അപ്പുറത്തും ഇപ്പുറത്തും പോവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. നെഹ്റു എവിടെ നിങ്ങൾ പറ. നക്കിയതിന്റെ ചരിത്രമൊക്കെ നാഷണൽ ആർക്കൈവ്സിൽ ഇരിക്കുന്നുണ്ട്. നാക്കിയതിന്റെ ചരിത്രം അവിടെ 12 പ്രാവശ്യം മാപ്പപേക്ഷ എഴുതി കൊടുത്ത് കാല് നക്കി പുറത്തു വന്ന സവർക്കറെ പിൻഗാമി ഞങ്ങളെ പഠിപ്പിക്കാൻ നെഹ്റുവിന്റെ സെക്രട്ടറി ഞാൻ വായിച്ചു തരാം. പുറത്തു വന്ന സവർക്കറിന്റെ പിൻഗാമി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. അതൊക്കെ കൈവച്ചാൽ ചെന്ന് വായിച്ചു.
രാഹുൽ ഗാന്ധി ഇത് നോക്കൂ. ഈ ഒരൊറ്റ വിഷയത്തിൽ കേരളത്തിൽ എത്ര തവണ കോൺഗ്രസ് BJP അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവസാനിപ്പിക്കൂ. ശ്രീ നിതിൻ ഗഡ്കരി, ഇന്ന് പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് BJPയുടെ മൗത്ത് പീസായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീ നിതിൻ ഗഡ്കരി, ഇത് ഇന്ന് തുടങ്ങുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്ന് അതിന്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങിയ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട്, ലീഗിന്റെ കൊടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വിഷയം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ലീഗിന്റെ കൊടി താഴ്ത്തി വെക്കുന്നത് എന്നുള്ള വിമർശനം ഉന്നയിച്ചു. ആ വിമർശനം ആരുടേതാണ്? അത് ആരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്? ലീഗ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ്? ലീഗിന് ഇവിടുത്തെ വോട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സീറ്റോ അല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ BJP ഇത് പ്രചരിപ്പിക്കുമെന്ന നല്ല ബോധ്യത്തിൽ ഏറ്റവും ജനുവിനായ, ഏറ്റവും മതിപ്പുളവാക്കുന്ന നിലപാട് ലീഗിന് സ്വീകരിക്കാമെങ്കിൽ അതിൽ കുത്തിപ്പൊക്കി ഇല്ലാത്ത വിദ്വേഷവും ഇല്ലാത്ത വെറുപ്പും വീണ്ടും പ്രചാരണായുധമാക്കേണ്ട എന്താവശ്യം അന്നിവിടെ CPM ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതിലേക്ക് പോകുന്നതിന് മുമ്പും അതിൻ്റെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സന്ദീപും അഭിനും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കുറേ കൂടി നമ്മൾ ജനങ്ങളെ നമ്മുടെ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ചർച്ചയിൽ, ഒരു ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം പറയുമ്പോൾ ചില പദപ്രയോഗങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒന്നായിരിക്കുമെന്ന് തോന്നുന്നു. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികൾക്ക് എന്താ വെല്ലുവിളിക്കാൻ പറ്റില്ലേ? അങ്ങനെയൊന്നുള്ള നിലപാട് ഒരു ചർച്ചയിൽ പറഞ്ഞു പോകുന്നത് ശരിയാണ് എന്നുള്ള അഭിപ്രായമില്ല. അതിനൊക്കെ ഒരുപാട് കാലം പുരോഗമിച്ചു. ആ പുരോഗമനം അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ ഈ രണ്ടുപേരോടും പറഞ്ഞത്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ അബിൻ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ പുതിയ കാലത്ത് എന്നൊന്നും പറയുന്ന ഒരു ശരിയല്ല എന്ന എന്റെ നിലപാട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളങ്ങനെ ഉറച്ചു നിൽക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. നിങ്ങൾക്ക് നിൽക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം, ഞാനും കൂടി ഇരിക്കുന്ന ഒരു ചർച്ചയിലാണല്ലോ ഇതുണ്ടായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കാണുന്നവർ കരുതില്ല എനിക്കും അതേ അഭിപ്രായമാണെന്ന്. എനിക്ക് ആ അഭിപ്രായമില്ല. നാട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതൊന്നുമല്ലാത്ത ആളുകൾക്കുമൊക്കെ നമ്മുടെ നാട്ടിൽ ഒരേപോലെ അവകാശമുള്ള ഒരു നാട്ടിനകത്ത് ഇത്തരം പദപ്രയോഗങ്ങൾ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. അബിൻ അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ ആളുകൾ കാണാനാണല്ലോ നമ്മുടെ രാഷ്ട്രീയ നിലപാട്, ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അബിൻ്റെ നിലപാടുകൾ ജനം ബോധ്യപ്പെടുന്നെങ്കിൽ ബോധ്യപ്പെടട്ടെ, സന്ദീപ് വാര്യരാണ് ബോധ്യപ്പെടുന്നെങ്കിൽ ആവട്ടെ. ഇവിടെ എന്താ നോക്കൂ, ഈ ചർച്ചയിൽ ഉണ്ടായതെന്താ? സന്ദീപ് വാര്യർ ഇടുന്ന ഒരു ചൂണ്ടയിൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ ചെന്ന് ചാടുകയാണ്. ഇത് BJP കുഴിക്കുന്ന കുഴിയിൽ കോൺഗ്രസ് ചെന്ന് ചാടുന്നതാണ്. അത് ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും കാണുകയാണ്. ഇപ്പം മാധു പറഞ്ഞല്ലോ ലീഗിൻ്റെ കൊടിയുടെ കാര്യം. ഉണ്ടായതെന്താ? നിങ്ങൾ നോക്കൂ, ലീഗ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് നിശ്ചയിക്കപ്പെട്ടൊരു കൊടിയുണ്ട്. ആ കൊടിയുമായിട്ടാണ് അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ ആ കൊടി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. നാളെ BJP വേറെ നിലയിലാണ് പ്രചരിപ്പിക്കുന്നതെങ്കിലോ, മുസ്ലിം ലീഗിനെ വേറെ നിലയിൽ പ്രചരിപ്പിച്ചാലോ, മുസ്ലിം ലീഗ് വേണ്ട എന്ന സമീപനം UDFൽ കോൺഗ്രസ് എടുക്കുമോ? നാളെ അതിനേക്കാൾ കടത്തി മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം കോൺഗ്രസ് സ്വീകരിക്കുമോ? അങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പറയുന്ന രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുള്ള ഒരു നിലപാടാണെങ്കിൽ അതിനെ മതിക്കുകയല്ലേ വേണ്ടത്? ശരിയാണ്, അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. ഇന്ന് കൊടി മടക്കാൻ പറഞ്ഞാൽ നാളെ ഈ പറയുന്ന നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ ലീഗ് അതിനെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇന്ന് BJP ഇന്ന് ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്നു, മുസ്ലിം ലീഗിന്റെ കൊടി തെറ്റായി പ്രചരിപ്പിക്കുന്നു, നാളെ മുസ്ലിം ലീഗിനെ തെറ്റായി പ്രചരിപ്പിക്കുന്നു എന്ന് വന്നാൽ UDF മുസ്ലിം ലീഗിനെ ഒഴിവാക്കുമോ? നാളെ അതിനേക്കാൾ വലിയൊരു പ്രചരണം പറഞ്ഞാൽ കോൺഗ്രസ് ആ അപകടത്തിലേക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് CAA കുറിച്ച് ഇവർ പ്രകടന പത്രികയിൽ മിണ്ടാത്തത്. എന്താ പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യും എന്ന് പ്രകടന പത്രികയിൽ എഴുതാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? എന്തിനാ നിങ്ങൾ കാടൻ നിയമം എന്ന് വിളിക്കുന്നത്? പൗരത്വ ഭേദഗതി നിയമം CAA എന്നല്ലേ നാട്ടിൽ എല്ലാവരും ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ആ നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാവില്ല, ഞങ്ങളത് റദ്ദ് ചെയ്യും എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കണ്ടേ? അത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് പത്രക്കാർ ചോദിച്ചു CAA വിഷയത്തിൽ എന്താണ് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നേരം വെളുക്കട്ടെ, ഇപ്പോഴും കോൺഗ്രസിന് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ കേരളത്തിലെ ജനം ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൻ്റെ ഒരു പ്രത്യേകത എന്താ? കേരളത്തിൽ ഇപ്പോഴും BJPക്ക് ആകെ ഉള്ളത് 10-13% വോട്ടാണ്.
ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ താഴത്തേക്ക് പോകും. കേരളത്തിലെ ജനം മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനമാണ്. ആ ജനത്തിനു മുമ്പിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഏതെങ്കിലും 4 പള്ളി വിളിച്ചിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മെക്കിട്ട് കയറിയോ കുറച്ച് വോട്ട് കിട്ടാം എന്ന് അബിൻ വർക്കി തെറ്റിദ്ധരിക്കുന്നെങ്കിൽ 2019 നിങ്ങൾക്ക് കുറച്ച് അങ്ങനെ കിട്ടി. അതുകൊണ്ടാണ് 19 സീറ്റിൽ നിങ്ങൾ ജയിച്ചത്. പക്ഷേ ജനം വളരെ പെട്ടെന്ന് അത് തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് വോട്ട് തന്നാൽ നിങ്ങൾ BJP-യിൽ പോകില്ല, കോൺഗ്രസ് ആയി നിൽക്കുമെന്ന് എന്താണ് ഈ രാജ്യത്തിനകത്ത് ഉറപ്പ്? ആകെ ഉത്തരേന്ത്യയിൽ ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവിടുത്തെ സർക്കാർ ഇപ്പോൾ ന്യൂനപക്ഷമായി. എങ്ങനെയായത്? സന്ദീപ് വാര്യരുടെ പാർട്ടി ചാക്കും കൊണ്ട് നടക്കുകയാണ്. 7000 കോടി ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങി BJP-യുടെ കേന്ദ്ര ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ചാക്കും കൊണ്ട് പോയാൽ ആ ചാക്കിൽ 50 or 60 കോടി കണ്ടാൽ പോയി കമഴ്ന്നടിച്ച് വീഴാൻ കോൺഗ്രസിൻ്റെ MLA ആണ്, വെറും കോൺഗ്രസ്സുകാരല്ല, MLA-മാർ തയ്യാറാകുന്നു. 6 MLA-മാർ പോയിട്ട് മനു അഭിഷേക് സിംഗ്വി എന്ന കോൺഗ്രസിൻ്റെ നേതാവ് രാജ്യസഭാ അംഗമായില്ല, അതിൽ തോറ്റുപോയി. ഈ രാജ്യത്തിനകത്ത് എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കുമെന്ന് ഇന്ത്യയിലെ ജനം, കേരളത്തിലെ ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലാണ് ജനം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ BJP-ക്കാരിവിടെ പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ BJP പറഞ്ഞു. BJP ഒന്നും കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേ ഇല്ല. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ 20 സീറ്റിൽ 4 കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിൽ നിന്ന് ഇനി ആരെങ്കിലും കിട്ടുമോ എന്ന് BJP നോക്കി നിൽക്കുന്നതല്ലാതെ BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ കേരളത്തിൽ ഇവരുടെ നേതൃത്വത്തെ വിശ്വസിച്ചോ ഒരാളും ഈ കേരളത്തിനകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP കേന്ദ്രത്തിലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഉത്തരേന്ത്യയിൽ 30 സീറ്റിൽ പരാജയപ്പെട്ടാൽ മതി. വെറും 30 സീറ്റിൽ പരാജയപ്പെട്ടാൽ മോഡിയുടെ സർക്കാർ ന്യൂനപക്ഷമാവും, മോഡി അധികാരത്തിൽ നിന്ന് പുറത്തു പോകും. ഇപ്പൊ മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെല്ലാം മോഡിയും അമിത്ഷായും എണ്ണി കണക്ക് ഇന്ത്യയിലെ ജനത്തോട് പറയേണ്ടിയും വരും എന്നുള്ളത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് നടക്കും. ശ്രീ സന്ദീപ് വാര്യർ, അതായത് നിങ്ങൾ തുടരെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിന് ഒരു മുന്നണിയായി നിന്നിട്ട് കേരളത്തിന് പുറത്ത് കൈപിടിച്ചു നിന്നിട്ട് നിങ്ങൾ ഇവിടെ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നിങ്ങൾക്കെതിരെ മത്സരിക്കുന്നില്ലേ എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നുള്ളത് ഒരു സംശയത്തിനും ഇട നൽകാതെ CPM-ഉം കോൺഗ്രസും ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ ഒന്നിച്ചു മത്സരിച്ച് 20 ഇടങ്ങളിലും നിങ്ങൾക്ക് 2ാം സ്ഥാനത്ത്, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയെ അവർ തിരിച്ചറിയുന്നുണ്ട്. അതില്ലാതാക്കണമെന്ന നിർബന്ധ ബുദ്ധി, കേരളത്തിൽ ഓരോ സീറ്റിലും 2ാം സ്ഥാനത്ത് പോലും BJP വരില്ല എന്ന് ഉറപ്പിക്കാനുള്ള, അവരുടെ നേതാക്കൾ അത് പറഞ്ഞു കഴിഞ്ഞു, ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതിയല്ലോ. മാധു, ഞാൻ നേരത്തെ അവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി മറുപടി പറയട്ടെ. ഇവിടെ ആദ്യം നിതിൻ ഗണിച്ചേരി പറഞ്ഞ കാര്യത്തിന് മറുപടി കൊടുക്കാം. അദ്ദേഹം BJP-ക്ക് കേരളത്തിൽ ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് നിതിൻ ഗണിച്ചേരി ഇപ്പോൾ ഇരിക്കുന്നത് പാലക്കാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന പാലക്കാട്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കഴിഞ്ഞ 2 ടേമായിട്ട്. അദ്ദേഹം ഇരിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള കുഞ്ഞിരാമൻ മന്ദിർ ഇരിക്കുന്ന ആ വാർഡും അതും BJP-യുടെ കൗൺസിലറുടെ വാർഡാണ്. സ്വാഭാവികമായിട്ടും BJP ജയിക്കുന്ന, BJP കൗൺസിലറുള്ള, BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് അകത്തിരുന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ BJP ഒന്നും വലിയ കാര്യമല്ല എന്ന് പറയുകയാണ്. നാട്ടുകാർ കാണുമ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന് രീതിയിലായിരിക്കാൻ നിതിൻ ഗണിച്ചേരി ഇങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഘടകമാണോ അല്ലയോ എന്നുള്ളത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി അടക്കമുള്ള ഞാൻ പറഞ്ഞോട്ടെ, തെരഞ്ഞെടുപ്പ് ഏതായാലും BJP കേരളത്തിലൊരു ഘടകമാണോ അല്ലയോ എന്ന് സംബന്ധിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്നത് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ BJP-യുടെ കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ താമസിക്കുന്ന വീടുകളിലുള്ള എല്ലാ വാർഡുകളിലും അവിടെ ജയിച്ചിട്ടുള്ളത് BJP-ആണ്. ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് അത് മനസ്സിലാക്കണമല്ലോ സംസാരിക്കുന്ന സമയത്ത്. അതൊന്നാമത്തെ കാര്യം. 2, മാതൃഭൂമി അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്. ഞാൻ ആ സർവേ പൂർണ്ണമായിട്ടും വിലമതിക്കുന്നില്ല. പക്ഷേ മിക്ക സർവേകളിലും പല മണ്ഡലങ്ങളിലും BJP-യുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ നേർത്ത വ്യത്യാസം മാത്രമാണ് നിങ്ങളുടെ സർവേകൾ പോലും കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു സ്ട്രോങ് കണ്ടൻഡറാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എതിരായിട്ടുള്ള മാധ്യമങ്ങൾ കൂടി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത്? ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഞങ്ങൾ വളരെ നേർത്ത രീതിയിൽ തന്നെ തൊട്ടടുത്തുണ്ട്, വിജയത്തിന് തൊട്ടടുത്തുണ്ട്. പാലക്കാട് പോലെയുള്ള, അതുപോലെ തന്നെ ആറ്റിങ്ങൽ പോലെ, അതല്ലെങ്കിൽ ആലപ്പുഴ പോലെ, പത്തനംതിട്ട പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, കേരളത്തിലെ 5 or 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ വലിയ നിർണായക ശക്തി തന്നെയാണ്.
വളരെ ചെറിയൊരു പെർസെന്റേജ് ഓഫ് വോട്ട് ഒരു ചെറുതായി സ്വിങ് ചെയ്താൽ പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലെ പല ലോക്സഭ ഞാൻ പൂർത്തിയാക്കട്ടെ അതോ ശരിയല്ല ഞാൻ പൂർത്തിയാക്കട്ടെ പല സാഹചര്യങ്ങളും. അതുകൊണ്ട് BJP-യെ ആ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ അങ്ങനെ നിങ്ങൾ താഴ്ത്തിക്കെട്ടുകയാണെന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ മത്സരിച്ച് തോറ്റാണ് ഞങ്ങൾ അവസാനം ജയിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ തോറ്റ് ഈ പാർട്ടി എവിടെ ഇല്ലാതായി പോയി, CPM എവിടെ ഇല്ലാതായി പോയി. പണ്ടൊക്കെ നിങ്ങൾക്ക് ബംഗാളിന്റെയും ത്രിപുരയുടെയും കാര്യം പറയുമായിരുന്നു. ഇപ്പോൾ ഈ അറബിക്കടലിന്റെ അങ്ങേയറ്റത്ത് വന്ന് കേരളത്തിൽ വന്ന് തീരദേശ പാർട്ടിയായി മാറി. ഇനി ഒരു അടി പുറകോട്ട് വെക്കാൻ ഇതൊക്കെ CPM BJP അങ്ങ് കേന്ദ്രഭരണത്തിന് ഇറക്കിക്കളയെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കണ്ടേ? ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹം ഭാഷാ സൗകുമാര്യത്തെക്കുറിച്ച് പറഞ്ഞു. തൽക്കാലം CPM-ന്റെ കയ്യിൽ നിന്ന് ഭാഷാ സൗകുമാര്യത്തിന് ട്യൂഷൻ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആൺകുട്ടി എന്ന് പറഞ്ഞത് ഞാൻ കടമെടുത്ത ആ ഭാഷ കടമെടുത്തത് C. ദിവാകരനാണ്. CPI-യുടെ നേതാവായിട്ടുള്ള C. ദിവാകരനാണ് പറഞ്ഞത് ഇന്ത്യ ഭരിക്കുന്നത് അമിത്ഷായെ പോലുള്ള ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞത് C. ദിവാകരനാണ്. താങ്കൾക്ക് ഭാഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ ട്യൂഷൻ എടുക്കണമെങ്കിൽ CPI-യുടെ സഹസഹാക്കൾക്കാണ് പോയിട്ട് ട്യൂഷൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഇവിടെ അഭിൻ പറഞ്ഞപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുള്ള വസ്തുതയാണ്. ഞാൻ തീർച്ചയായിട്ടും C. ദിവാകരനെ പോലെ സീനിയർ നേതാവല്ലേ അമിത്ഷായെ പോലെ ആൺകുട്ടികൾ ഈ രാജ്യം ഭരിക്കുന്നു എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, കോൺഗ്രസിനെ വെല്ലുവിളിച്ചത്? അദ്ദേഹത്തോട് പറയട്ടെ ആ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയട്ടെ. മാധു, ഞാൻ ഈ കാര്യം പൂർത്തിയാക്കട്ടെ. സീനിയർ നേതാവല്ലേ ദിവാകരൻ? സ്വാഭാവികമായിട്ടും പല സീനിയർ നേതാക്കളിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമല്ലോ, പാർട്ടിയൊന്നും നോക്കിയിട്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അബിൻ പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ എതിർത്ത് എന്തുകൊണ്ടാണ്? അബിൻ കേരളത്തിലെ കോൺഗ്രസിന്റെ വക്താക്കൾ ചില കള്ളങ്ങൾ കാപട്യങ്ങൾ നടത്തുന്നു, ജനങ്ങളെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒന്നാമത്, കോൺഗ്രസ് പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിൽ നമ്മൾ പറയുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയും CA എന്ന വാക്കില്ല, ആർട്ടിക്കിൾ 370 കുറിച്ച് പറയുന്നില്ല. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. BJP-യും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, സംസ്ഥാന പദവി കൊടുക്കും. കോടതിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന പദവി തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിന് തിരിച്ചു കിട്ടും. അവിടെ അതിന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിനിപ്പോ കോൺഗ്രസ് ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് എവിടെയും ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തിട്ടുള്ള പാർലമെന്റിൽ എടുത്ത BJP എടുത്ത നടപടിയെ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പറയാൻ കോൺഗ്രസിന് കഴിയില്ല. പറഞ്ഞാൽ കോൺഗ്രസ് 8 നള്ളിപ്പൊട്ടും, ബാക്കി ഉണ്ടാവില്ല ഈ രാജ്യത്ത്. CAA-യുടെ വിഷയത്തിൽ കോൺഗ്രസ് പരസ്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ ഈ രാജ്യത്തെ പാർട്ടി പിന്നെ ഉണ്ടാവില്ല. കാരണം 2003 രാജ്യസഭയിൽ തന്നെ മൻമോഹൻ സിംഗ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റീസിനെ അവിടെ പ്രോസിക്യൂഷൻ അനുവദിച്ചവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഈ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾ ഈ വിഷയങ്ങൾ BJP കോൺഗ്രസ് നന്നായിട്ട് അറിയാം. കേരളത്തിലെ ജനങ്ങൾ ഒരു മിനിറ്റ് തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അടുക്കൽ അബിൻ വർക്കി, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന സമയത്ത് അത് ആ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്നതല്ല കേരള രാഷ്ട്രീയത്തിലുണ്ടായ പ്രതിഫലനം. അതിനപ്പുറം കേരളത്തിൽ രാഹുൽ തരംഗമുണ്ടായി എന്നതായിരുന്നു അതിന്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ 19 ലോക്സഭാ മണ്ഡലങ്ങൾ എത്തുന്നതിന് കുത്തക മണ്ഡലങ്ങളുണ്ട്, ശരിയാണ്. എന്നിരുന്നാൽ പോലും ഒരു വലിയ ചാലക ശക്തി, ഒരു കരിസ്മയുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളത് കേരളത്തിന്റെ ഒരു സമൂഹം അംഗീകരിച്ചതിന്റെ പരിണിത ഫലം. അതിനെതിരെയാണ് ഈ പറയുന്ന അധിക്ഷേപം ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണോ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ ഒരു പരിധിവരെ BJP-യുടെ മുഴുവൻ സൈബർ ഇടങ്ങളിൽ, സാമൂഹ്യ ഇടങ്ങളിലൊക്കെ അപമാനിക്കപ്പെട്ടത്, അധിക്ഷേപിക്കപ്പെട്ടത്, അതേപോലെ കേരളത്തിലും. അതാണ്, അത് നമുക്ക് വളരെ വ്യക്തമാണ്. BJP-യുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ A ടീം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM ആണ്. B ടീമാണ് സത്യത്തിൽ കേരളത്തിലെ BJP ഘടകം. അത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ CPM എന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ ഏജന്റുമാരും സംഘപരിവാറിൻ്റെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നവരുമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ സംഘപരിവാറും BJP-യും ഏറ്റവും കൂടുതൽ കാലം രാഹുൽ ഗാന്ധിയെ അപഹസിക്കാൻ വിളിച്ച വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏക BJP ഇതര മുഖ്യമന്ത്രി വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബോധം മാത്രമാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംഘപരിവാർ എത്രമാത്രം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണോ എന്നുള്ളതും കേരളത്തിൻ്റെ സമൂഹത്തിന് അറിയാം. പിന്നെ ഇപ്പോൾ ഇദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രീ നിതിൻ കണിച്ചേരി അടക്കം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ വിഭിന്ന പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. സത്യത്തിൽ ഇന്ത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പല ഭാഗത്തും പലതായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും നമ്മൾ ഒന്നിച്ചല്ല മത്സരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിലും കൊടി ഉപയോഗിക്കേണ്ട എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഒരു തീരുമാനമാണ്. ആ തീരുമാനപ്രകാരമാണ് ഇവിടെ വയനാട്ടിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നമ്മൾ കൊടി ഒഴിവാക്കിയത്. പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് നിങ്ങളുടെ സംശയമെങ്കിൽ പ്രിയപ്പെട്ട നിതിൻ കണിച്ചേരിയും ഈ രാജ്യവും മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധി കേരളത്തിൽ രാഹുൽ ഗാന്ധി വന്നതുമായി ബന്ധപ്പെട്ട റോഡ് ഷോയാണ്. ലീഗും കോൺഗ്രസും മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടി, അത് UDF-ന്റെ പരിപാടിയാണ്.
UDFിൻ്റെ പരിപാടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാവിനെ ഏതെങ്കിലും ഒരു കൊടിയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിത്രം ഉപയോഗിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടായിരുന്നു. മാധു, അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങളുടെ നിലപാടായിരുന്നു എന്ന് കരുതി മുസ്ലിം ലീഗിന് ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇനി മുസ്ലിം ലീഗിനെ ഞങ്ങൾ എവിടെയെങ്കിലും താഴ്ത്തി കെട്ടിയെന്നൊരു പരാതി മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ കേരളത്തിലെ അവരുടെ പ്രവർത്തകർക്കോ ഉണ്ടോ? മറിച്ച് അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, അന്താരാഷ്ട്ര വേദിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ ചെന്ന് അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ പാർട്ടിയാണെന്നും അവർ നിങ്ങളുടെ കേരളത്തിലെ ഘടകകക്ഷിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ സെക്യുലർ പാർട്ടിയാണെന്നും അവർ ഞങ്ങളുടെ ഘടകകക്ഷിയായതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. മുസ്ലിം ലീഗ് ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ അസറ്റാണ് മുസ്ലിം ലീഗ്. ഞങ്ങൾ അവരെ കൈ ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത്, ഞങ്ങൾ അവരോടൊപ്പമാണ് നടക്കുന്നത്, അവർ ഞങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെ ചുറ്റിപ്പറ്റി കുറെ കാലം നടന്നു, അത് അവർക്ക് മനസ്സിലായി. മറ്റെന്തൊക്കെ വിഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ സഖാക്കളാണ് എന്ന് രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. കേരളത്തിൽ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുകൾക്കപ്പുറത്ത് ഒരു രാഷ്ട്രീയ മാന്യത നിറഞ്ഞ ആരോപണങ്ങൾക്കൊക്കെ ഒരു ജനാധിപത്യ ബോധമുണ്ടാകുന്ന ആരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി. പാലസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.